ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വന്യ കോറപ്പിസ്കോപ്പാച്ചന്മാരെ, ബഹുമാനപ്പെട്ട ബെന്നി അച്ഛൻ, അതുപോലെ ഈ ദേവാലയത്തിൻ്റെ വികാരിയായിരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട ബൈജു അച്ഛൻ, അതുപോലെ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ, വിശ്വാസികളുടെ സമൂഹമേ, വളരെ അനുഗ്രഹീതവും സന്തോഷപ്രദവുമായ ഒരു കാര്യത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇന്ന് ഈ പരിശുദ്ധ ദേവാലയം. സഭയെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന വ്യവഹാരങ്ങളിലൂടെ ക്രൈസ്തവ സാക്ഷ്യത്തിന് മങ്ങലേറ്റിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോറോം സെൻറ് മേരീസ് പള്ളിയെ സംബന്ധിച്ചിടത്തോളം 37 വർഷമായിട്ട് നിലനിന്നിരുന്ന കേസുകൾ എല്ലാം തന്നെ അവസാനിപ്പിച്ച് വളരെ രമ്യമായിട്ട് 2 വിഭാഗമായിട്ട് സന്തോഷത്തോടുകൂടി സ്വത്തുക്കൾ ഭാഗിച്ച് പിരിയുവാനായിട്ട് ഇടയായി തീർന്നിരിക്കുകയാണ്. ഈ ദിവസത്തെ സംബന്ധിച്ചുള്ള പ്രത്യേകത, കഴിഞ്ഞ വർഷം മാർച്ച് 25 പരിശുദ്ധ ദൈവമാതാവിൻ്റെ വചനിപ്പ് പെരുന്നാളിൻ്റെ അന്ന് നടത്തിയ പൊതുയോഗവും അതിനെ തുടർന്നുള്ള ചർച്ചകളും, ഒരു വർഷം പിന്നിട്ട് പരിശുദ്ധ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളായ മാർച്ച് 25-ാം തീയതി വചനിപ്പ് പെരുന്നാളിൽ, പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ സ്മരണയെ അനുസ്മരിക്കുന്ന ഈ ആഴ്ചയിൽ ക്രിസ്തു ലോകത്തിലേക്ക് എഴുന്നള്ളി വന്നത് ദൈവവും മനുഷ്യനും തമ്മിൽ രമ്യതപ്പെടാനും മനുഷ്യനും മനുഷ്യനും തമ്മിലുമായ ബന്ധം നേരെയാക്കാനുമാണ്. ഒരു അനുരഞ്ജനത്തിന് വേണ്ടി അവൻ തന്നെ സ്വയം ഭാഗിച്ചു എന്നാണ് നാം കാണുക ചരിത്രത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും വേർപിരിയൽ ഏറെ ദുഃഖമുളവാക്കുന്ന ഒന്നാണ്. എങ്കിലും 2 വിഭാഗമായി പരസ്പരം സംസാരിച്ച് സന്തോഷത്തോടുകൂടി സ്വത്തുക്കൾ ഭാഗം ചെയ്ത് 2ആയിട്ട് പിരിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും കോടതികളിലും രജിസ്റ്റർ ഓഫീസിലും എല്ലാം ക്രമീകരണം ചെയ്ത് ആധാരം രജിസ്റ്റർ ചെയ്ത് 2ആയി പിരിയുവാനുള്ള ഒരു ക്രമീകരണം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഇത് ഈ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം ഈ ദേവാലയത്തിനും ഈ ഇടവകയ്ക്കും ക്രൈസ്തവ സമൂഹത്തിന് മുഴുവനും അതുപോലെ ലോകത്തിന് മുഴുവനും നൽകാനുള്ള ഏറ്റവും വലിയ ഒരു സന്ദേശം ഈ കാലഘട്ടത്തിൽ അപ്പുറത്ത് മറ്റൊന്നില്ലെന്നാണ് ഞാൻ ചിന്തിക്കുക. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരനുഭവം തുടർന്നും ഉണ്ടാകത്തക്ക രീതിയിൽ പരസ്പരം പരസ്പരം പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇരു ദേവാലയങ്ങൾ പണിത് എന്നും സന്തോഷത്തോടുകൂടി ആരാധനകൾ അർപ്പിച്ച് പരസ്പര സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയണം എന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് ഈ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട വൈദികർ ഇവിടെ വിശദീകരിക്കും. എന്തായാലും ഇത് മറ്റ് വ്യവഹാരം നിലനിൽക്കുന്ന സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതൊരു കാരണമാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ഈ അവസരത്തിൽ ആശംസിക്കുകയും ചെയ്യുകയാണ്. ഞാൻ മെത്രാപ്പോലിത്ത സ്ഥാനമേറ്റ് ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ശ്രേഷ്ഠ ബാബാ തിരുമേനി 2 കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും തരത്തിൽ കേസുകൾ തീർക്കാൻ സാധിക്കുന്ന മേഖലകളിലെല്ലാം സംസാരിച്ച് വിട്ടുവീഴ്ചകൾ ചെയ്താണെങ്കിലും പ്രശ്നം പരിഹരിക്കണമെന്ന് എന്നെ ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹത്തോട് വിധേയപ്പെട്ടും പരിശുദ്ധ സഭയ്ക്ക് കീഴ്പ്പെട്ടും നിന്നുകൊണ്ട് നിർവഹിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷവും അതുപോലെ ഒത്തിരിയേറെ പ്രത്യാശയും എനിക്കുണ്ട്. അതോടൊപ്പം ഇരുവിഭാഗങ്ങളിലെയും ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട ബൈജു അച്ഛൻ, അതുപോലെ ബഹുമാനപ്പെട്ട ബെന്നി അച്ഛൻ, ഈ 2 വൈദികരും അതുപോലെ ഇരു സഭകളിലെയും ദൈവമക്കളും വളരെ ത്യാഗം ചെയ്തും
കഷ്ടനഷ്ടങ്ങളും ഒക്കെ സഹിച്ചും ഈ കാര്യങ്ങളിലേറെ സ്നേഹത്തോടുകൂടി പങ്കെടുത്തത് ഈ അവസരത്തിൽ ഓർക്കുന്നു. അതോടൊപ്പം ഭദ്രാസനത്തിൻ്റെ അഭിവന്യ പിതാവായ എപ്പിഫാനോസ് തിരുമേനി, അദ്ദേഹത്തെ ഞാൻ സന്ദർശിക്കുവാനും അദ്ദേഹത്തിൻ്റെ അരമനയിൽ പോയി സന്ദർശിക്കുവാനും അദ്ദേഹം മീനങ്ങാടി ബിഷപ്പ് ഹൗസിൽ വരുവാനും ഇടയായി തീർന്നത് ഈ അവസരത്തിൽ ഓർക്കുന്നു. അദ്ദേഹം തുറന്ന മനസ്സോടും ക്രൈസ്തവ സ്നേഹത്തോടും കൂടെ ഈ കാര്യങ്ങളെ വീക്ഷിക്കുകയും ചർച്ചകളുടെ ഓരോ ഘട്ടങ്ങളിലും നല്ല പ്രോത്സാഹനം തന്ന് ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് സഹായിക്കുകയും ചെയ്തത് ഈ അവസരത്തിൽ അദ്ദേഹത്തെ നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ അത് ഏത് രീതിയിലാണ് ഈ കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് ഒന്ന് വിശദീകരിച്ചു. അഭിവന്യ തിരുമേനി, ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹം നിറഞ്ഞ മാധ്യമ പ്രവർത്തകരെ, കർത്താവിൽ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളും വാത്സല്യമുള്ള കുഞ്ഞുങ്ങളുമേ, അഭിവന്യ തിരുമനസിനെ ഇന്ന് രാവിലെ കണ്ടപ്പോൾ തിരുമേനി എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം, അച്ഛാ ഇത് സത്യമാണോ സ്വപ്നമാണോ? അപ്പോൾ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞുള്ളി നോക്കി. പറഞ്ഞു, സത്യമാണ്. ഇത് ദൈവം നമുക്ക് തന്ന വലിയ ഒരു അവസരം. പ്രത്യേകിച്ചും ഈ പരിശുദ്ധ നോമ്പിൻ്റെ ഈ കഷ്ടാനുവാഴ്ചയുടെ സമയത്ത് ഈശ്വരൻ നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹം, വലിയൊരു സമ്പത്തായിട്ട് ഇതിനെ കാണുക. ഈ വ്യവസ്ഥകൾ നമ്മളെല്ലാം വായിച്ച് കേട്ടിട്ടുള്ളതാണ്, പല സമയങ്ങളിലായിട്ട് വായിച്ച് കേട്ടിട്ടുള്ളതാണ്. അതിൻ പ്രകാരം താഴെ ഓർത്തഡോക്സ് വിഭാഗത്തിന് ലഭിക്കുന്നത് 1 ഏക്കർ 35 സെൻറ്റ് സ്ഥലമാണ് തരാമെന്ന് സംബന്ധിച്ച് അത് ആധാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിലുള്ള സെമിത്തേരി 27 സെൻറ്റ്, അത് പൊതു സെമിത്തേരിയായിട്ട് 2 കൂട്ടർക്കും ഉപയോഗിക്കുവാൻ പാകത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനകത്ത് മറ്റ് ചില വ്യവസ്ഥകൾ കൂടി പറയുന്നുണ്ട്, എല്ലാം വിശദീകരിക്കുന്നില്ല. അതിൻ്റെ പേപ്പറിൽ കൊടുക്കുവാനുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നതാണ്. എന്തായാലും ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ ഇങ്ങനെ ഒരു അവസരം അത് നമുക്ക് ഈശ്വരൻ തന്നു. 2 പേരുടെയും 2 മേഖലകൾ, അതായത് ഓർത്തഡോക്സ് പള്ളിയും താഴെ മുകളിൽ പാത്രികീസ് പക്ഷവുമായിട്ടുള്ള ആ ഒരു തർക്കം അത് പരിഹരിച്ചു. വിഭജിച്ച് പിരിയുന്നു സ്വത്തിൽ മാത്രം, പക്ഷേ ചിന്തിക്കുക, മനസ്സുകൾ ഇനി മുതൽ ഒന്നാകണം. അവിടെയാണ് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത്. മറിച്ച് പഴയ പോലത്തെ അവസ്ഥയാണെങ്കിൽ അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു തോന്നലൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് സ്വത്ത് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ മാത്രം വിഭജിച്ച് ആ ഒരു പ്രശ്നം പരിഹരിച്ചു. ഇനിയും നിങ്ങളുടെ എല്ലാം ഒന്നാണ്. അറിയാം, താഴെപ്പള്ളിയിലെ വീടുകളിലെ ഓരോ പരിപാടിക്ക് ചെല്ലുമ്പോഴും അവിടെ കാണുന്നത് മുഴുവൻ മോളിപ്പള്ളിയിലെ ആളുകളെ. ഏത് പരിപാടിക്ക് ചെന്നാലും നമ്മളെല്ലാം അവിടെയുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കാരാണ്. അതൊരു മാറ്റമൊന്നുമില്ല. പള്ളിപ്രശ്നം വരുമ്പോൾ മാത്രം അതിനകത്ത് ശത്രുത കാണുന്നു. ഇനിയും അതുണ്ടാകരുത്. ഇത് ഒരു ദൈവനിയോഗമായി, ദൈവം തന്ന വലിയൊരവസരമായി 2 പള്ളികളുടെയും പൊതുയോഗ തീരുമാനപ്രകാരം നമ്മൾ ഈ പ്രശ്നം ഇവിടെ പറഞ്ഞ് അത് ഭാഗിച്ച് പിരിയുമ്പോൾ, ദൈവമേ ഇനിയും നല്ലത് ഈ നാടിന് വേണ്ടി ചെയ്യുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. മനസ്സിൽ ഇതുമായിട്ട് കഷ്ടപ്പെട്ട് വേദനകൾ അനുഭവിച്ചവരുണ്ട്, പ്രയാസം അനുഭവിച്ചവരുണ്ട്. അതൊക്കെ മറന്നിട്ട് ഒരേ മനസ്സോടെ ഒരേ കൈയോടെ ഇനിയും നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും. ഈ ദേശത്തിന് നല്ല മാതൃക നമ്മളെക്കൊണ്ട്, ക്രിസ്ത്യാനികൾ എന്നുള്ള ആ ഒരു പേരുകൊണ്ട് തന്നെ നമുക്ക് നല്ല മാതൃകകൾ ഇനിയും ഈ ദേശത്തിന് പകർന്നു കൊടുക്കുവാൻ കഴിയും എന്ന് ഉറച്ച് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുക. പ്രത്യേകിച്ചും അഭിവന്യ തിരുമനസിനെ ഒത്തിരി നന്ദിയോടുകൂടി ഈ സമയത്ത് ഓർക്കുക. കാരണം തിരുമേനിയാണ് ഈ ഒരു ചർച്ചയ്ക്കായിട്ട് എന്നെ ആദ്യം വിളിക്കുന്നത്. തിരുമേനി ഇവിടെ വന്ന് ചാർജ് എടുത്തു. ഞാൻ ഇവിടെ വന്ന് ചാർജ് എടുത്തിട്ട് ഏകദേശം 1 വർഷം തികയാറാകുന്ന സമയത്താണ് തിരുമനസ്സുകൊണ്ട് എന്നെ വിളിച്ചു പറയുന്നത്, അച്ഛാ ഞാൻ മീനങ്ങാടിയിലും തിരുമേനിയാണ്, ഒന്ന് കാണുവാൻ സൗകര്യപ്പെടുമോ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു. അച്ഛൻ തിരുമേനി എന്നോട് പറഞ്ഞു, ഞാൻ അച്ഛൻ എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വരാം. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ മീനങ്ങാടി വരാം. മീനങ്ങാടി വന്ന് തിരുമേനിയുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. വളരെ പോസിറ്റീവായിട്ട് ഇതേ അവസരം തന്നെ എപ്പിഫാനോസ് തിരുമേനിയുമായിട്ട് സംസാരിച്ചപ്പോഴും യാതൊരു തടസ്സവും പറയാതെ ഇടവക പൊതുയോഗത്തിൻ്റെ തീരുമാനങ്ങളെ മാനിച്ചുകൊണ്ട് കഴിവതും വിട്ടുവീഴ്ചകൾ ചെയ്തും ആർക്കും വേദനകൾ ഉണ്ടാക്കാതെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് 2 പിതാക്കന്മാരും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ വൈദികരും കൂടെ വന്ന ജനങ്ങളും എല്ലാം അതിനകത്ത് സഹകരിച്ചത്. ചില പ്രയാസങ്ങളൊക്കെ ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു
ശാശ്വതമായ പരിഹാരത്തിന് മുമ്പുണ്ടാകുന്ന ചെറിയ ചെറിയ വേദനകളായിട്ട് അത് കാണുക. ഇനിയും അതിൻ്റെ പേരിൽ ആരും വേദനിക്കാൻ ഇടയാകാതിരിക്കട്ടെ. ഇത് ശാശ്വതമായ ഒരു പരിഹാരമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കണം. യാതൊരു തരത്തിലും ഇതിൻ പ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും വാശി തീർക്കാനോ ഒന്നും പോകരുത്. പ്രത്യേകിച്ചും ഓർക്കുക, വളരെ സംയമനത്തോടു കൂടി, സന്തോഷം മനസ്സിലുണ്ട്, സംയമനത്തോടു കൂടി ആർക്കും പ്രകോപനമുണ്ടാക്കാത്ത തരത്തിലുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടാകണം. ഒന്നിച്ച് ഇനിയും എല്ലാ കാര്യങ്ങളിലും മുന്നേറുവാനായിട്ട് കഴിയണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യ തിരുമേനി, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കൂടി വന്നിരിക്കുന്ന ജനമേ, ഏറെ സന്തോഷമുണ്ട്. ഇന്ന് ഈ പരിശുദ്ധ ആലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വചനപ്പ് പെരുന്നാൾ ദിവസം പരിശുദ്ധ അമ്മ ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ കുരിശിൽ കിടന്ന അവസാനത്തുള്ള രക്തം വരെയും ഈ ലോകത്തിന് സമർപ്പിച്ച ക്രിസ്തുവിനെ നോക്കി, കാൽവരിയിൽ കിടന്ന കുരിശിൽ കിടന്ന യേശു ക്രിസ്തു അമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് പരസ്പരം ഏൽപ്പിച്ചു കൊടുക്കുവാൻ യോഹന്നാനെ പരമേൽപ്പിച്ച പരിശുദ്ധ അമ്മ ഇന്നും സഭയ്ക്ക് മധ്യസ്ഥയായി നിന്നുകൊണ്ട് കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെന്നതിൻ്റെയും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ദൈവജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു എന്നതിൻ്റെ ഫലമാണ് ഈ വചനിപ്പ് പെരുന്നാൾ ദിവസം ഇരുവിഭാഗവും തമ്മിലുള്ള കേസുകളും പ്രശ്നങ്ങളും എല്ലാം സമാധാനപരമായി പറഞ്ഞു തീർത്ത് ഇന്ന് അതിൻ്റെ ആധികാരിക രേഖ കൈമാറാനുള്ള അവസരം നമുക്ക് ലഭിച്ചത്. പത്രമാധ്യമ സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം അറിയാം, നമ്മുടെ നാട്ടിലെ ദേവാലയങ്ങളിലൊക്കെ തന്നെ ഈ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും വലിയ രൂക്ഷത കൈവരുന്ന സന്ദർഭത്തിൽ അടച്ചിട്ട ദേവാലയങ്ങളിൽ ദൈവജനത്തിന് പ്രാർത്ഥിക്കുവാൻ അവസരം ലഭിക്കാതിരിക്കുന്ന ഒരു സമൂഹത്തിന് മുൻപിൽ ഇതൊരു വലിയ സന്ദേശമാണ്. എവിടെ ദൈവജനം ഒരുമിച്ച് ചേർന്നാലും രണ്ട് ഹൃദയങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ സംഭവിക്കുമെന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇന്ന് ഈ കോറോം യാക്കോബായ പള്ളിയുടെയും ഓർത്തഡോക്സ് പള്ളിയുടെയും തമ്മിലുള്ള ഈ പ്രശ്ന പരിഹാരം സന്തോഷകരമായി തീർക്കുവാനായിട്ട് സാധിച്ചത്. ഇതിൽ പ്രത്യേകമായിട്ട് ഒത്തിരി ആളുകൾ ഇതിൽ കഷ്ടപ്പെടുകയും പ്രാർത്ഥിക്കുകയും കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയെ സമർപ്പിക്കുകയും ചെയ്ത ആ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകിയ അഭിവന്യ മലബാർ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ സക്കറിയാസ് മാർ പീലീസിനോസ് തിരുമനസ്സുകൊണ്ടും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടുകൂടെ ചേർന്ന് ഒത്തിരി ആളുകൾ ഈ കാര്യങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇടവകയിലെ ഒത്തിരി ആളുകൾ, വരുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും പൊതുയോഗം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളും എല്ലാം തന്നെ ഈ കാര്യങ്ങളെ സഹകരിച്ചു. ഇനി ബഹുമാനപ്പെട്ട വൈദികനും അതോടൊപ്പം തന്നെ അഭിവന്യ തിരുമനസ്സും പറഞ്ഞതുപോലെ രണ്ട് ദേവാലയങ്ങൾ തമ്മിലുള്ള അകൽച്ച ഒരു ഹൃദയമായിട്ട് മാറുമ്പോൾ, ഹൃദയം ദേവാലയമാണ്, ഓരോ മനുഷ്യരിലും ദൈവം വസിക്കുന്നു. അപ്പോൾ രണ്ട് ദേവാലയങ്ങളല്ല ഒരു ദേവാലയമായി ദൈവസ്നേഹത്തിൽ ഒരുമിച്ച് ആരാധന അർപ്പിക്കുമ്പോൾ ദൈവസന്നിധിയിൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതോടൊപ്പം അത് മറ്റ് ദേവാലയങ്ങളിലും ഇതൊരു മാതൃകയായി തീരുവാൻ തക്കവണ്ണം വലിയ സന്ദേശമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ ചരിത്ര സംഭവത്തിൽ എനിക്ക് സാക്ഷിയായി തീരാനായിട്ടും ഇതിന് മധ്യസ്ഥം വഹിക്കാനും ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇപ്പോൾ ദേവാലയത്തിലെ 2 ട്രസ്റ്റിമാർക്കുമായിട്ട് ഈ കാര്യങ്ങൾ ഇപ്പോൾ കൈമാറിക്കൊടുക്കുകയാണ്. ദൈവനാമം